എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു സിനിമയിലെ ഡയലോഗാണ് പവനായി ശവമായി. ഇത് വി.ഡി. സതീശൻ്റെ ഒരവസ്ഥയാണ്. UDFനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാൻ വി.ഡി. സതീശൻ അഹോരാത്രം പണിയെടുത്തു. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചത്. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന മാനദണ്ഡത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് താൻ യോഗ്യനാണ് എന്നുള്ള രീതിയിലായിരുന്നു തൻ്റെ ഒരു നിലപാട്. എന്നാൽ UDFന് വൻ വിജയം ലഭിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം 3 ദിവസം പിന്നിട്ടു. ഇതുവരെ കോൺഗ്രസ്സിന് കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷകരെത്തി രാവിലെ തൊട്ട് മീറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ MLA-മാരുടെയും അടുത്ത് ചെന്ന് അവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴെത്തപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അധികാര കൊതിയന്മാരുടെ ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അധികാരം വേണം. ഇപ്പോൾ 3 പേര് തമ്മിലാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത്. എന്നാൽ അവർ TV ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല, ഈ മുഖ്യമന്ത്രിയാകുന്നതിനോ മന്ത്രിയാകുന്നതിനോ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല എന്ന് ഘോരം പറയുകയും എന്നാൽ ഈ മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടി പിടിവലി നടത്തുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലെത്തി. അവർ പലരുമായി കൂടിക്കാഴ്ച നടത്തി, അതായത് MLA-മാരുമായി. എന്നാൽ KC വേണുഗോപാലിന് 46 MLA-മാരുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് 8 MLA-മാരുടെ പിന്തുണയും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത വി.ഡി. സതീശന് 6 MLA-മാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, തിരുവനന്തപുരത്തും മറ്റ് പല പ്രദേശങ്ങളിലും KC വേണുഗോപാൽ ആണ് മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഫ്ലക്സുകളും പോസ്റ്ററുകളും ബാനറുകളൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ചില നേതാക്കന്മാർ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആയിരിക്കുന്നത് KC വേണുഗോപാൽ ആയിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. അപ്പോൾ തന്നെ ചില വാർത്തകൾ പുറത്തു വരുന്നത്, മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ തനിക്ക് ഒരു സ്ഥാനവും വേണ്ട, ഒരു മന്ത്രിസ്ഥാനവും വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് വി.ഡി. സതീശൻ എന്നും ഇനി വരുന്ന നാളുകളിൽ KC വേണുഗോപാൽ പക്ഷവും വി.ഡി. സതീശൻ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും തിരിഞ്ഞ് 3 പക്ഷങ്ങളായി തിരിഞ്ഞ്, അല്ലെങ്കിൽ 3 വിഭാഗമായി തിരിഞ്ഞ് വലിയ പാരവെപ്പുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് 2029 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാരവെച്ച് അവസാനം കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ വി.ഡി. സതീശൻ ഒരു മന്ത്രിസ്ഥാനം ഏൽക്കുകയില്ലെന്ന് മാത്രമല്ല, അന്ന് മുതൽ പാരവെപ്പ് ആരംഭിക്കും എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ MP ആണ്, AICC ജനറൽ സെക്രട്ടറിയാണ്. ഇനി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴയിലുള്ള ലോക്സഭാ MP സ്ഥാനം ഒഴിയേണ്ടി വരും. ആ ഒഴിയുന്ന സ്ഥാനത്തേക്ക് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രനെ നിർത്തി മത്സരിപ്പിക്കുമെന്നും മത്സരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ സത്യമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവിലേക്ക് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ NDA BJP പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വിജയ സാധ്യത ഉണ്ട്. ജയിച്ചാൽ അവർ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള ഒരു അഭിപ്രായം കൂടെ വരുമ്പോൾ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് BJPയുടെ ഒരു പുതിയ നയമാണ്. സ്ത്രീകൾക്ക് 33% സംവരണം വേണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രനെ അവിടെ നിർത്തി മത്സരിപ്പിച്ച് മന്ത്രിയാക്കാനുള്ള ഒരു പരിശ്രമമുണ്ട് എന്നുള്ളതും ചില വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. എന്തായാലും
കോൺഗ്രസിൻ്റെ അകത്ത് വലിയ ആഭ്യന്തര കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവരെല്ലാം വാസ്തവത്തിൽ ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ഏകീകരണമാണ് കൂടുതൽ അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഏകീകരണം, അതായത് 10 വർഷം ഭരണമില്ലാതിരുന്ന മുസ്ലിം സമൂഹം തങ്ങൾക്ക് ഭരണം വേണം, എന്നാലേ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ തവനൂരിൽ VS ജോയി ജയിച്ചു എങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി, ഹിന്ദു സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നുള്ളതും മനസ്സിലാക്കണം. അതൊരു വനിതയാണ്. അപ്പോൾ മതേതരത്വം പറയുന്നുണ്ടെങ്കിലും മതേതരത്വമല്ല, മതമാണ് ഇവിടെ ജയിച്ചത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നു. കേരളത്തിലെ ഈ തവണത്തെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ഏകീകരണം ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിജയൻ്റെ ഭരണത്തിലുള്ള വിരുദ്ധ വികാരമുണ്ട്, അതൊരു പ്രധാന ഫാക്ടറാണെങ്കിലും മുസ്ലിം ഏകീകരണം ഇതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമായി തീർന്നിരിക്കാം. എന്നാൽ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നത് മുസ്ലിം ലീഗാണ്, മുസ്ലിം സമൂഹമാണ്. പക്ഷേ അതിനെ ഇപ്പോൾ തടയിട്ടുകൊണ്ട് ചില രാഷ്ട്രീയ കളികൾ ഇതിൻ്റെ അകത്ത് വരികയാണ്. ഈ എത്രയായാലും മതം ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഭൂരിപക്ഷമുള്ള ഹിന്ദു സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം പിന്തുണയ്ക്കുന്ന അവർക്കിഷ്ടപ്പെട്ട ഒരു നേതാവായ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു അപകടമുണ്ടാകും എന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. ഹിന്ദു സമൂഹം തിരസ്കരിക്കും, ഇവർ ഒഴിവാക്കും. 2029 തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് മാത്രമല്ല, ഇടയ്ക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അത് ശക്തമായി ബാധിക്കും എന്നുള്ളൊരു കണക്കൂട്ടൽ ഇപ്പോൾ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോഴും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ അവർക്ക് വലിയ ഒരു മാനസിക ബുദ്ധിമുട്ടിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ കോൺഗ്രസിൻ്റെ ഭരണം ഒരു വലിയ കല്ലുകടിയായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഇതിൻ്റെ അകത്ത് പവനായി ശശിയായി അല്ലെങ്കിൽ പവനായി ശവമായി എന്ന് പറയുന്ന പോലെ VD സതീശൻ്റെ അവസ്ഥയാണ് അതിദയനീയമായിരിക്കുന്നത്. കാരണം ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ VD സതീശനായിരിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഒരു നല്ല നടനായി അഭിനയിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ VD സതീശന് വന്നിരിക്കുകയാണ്. ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് നൽകേണ്ടി വന്നാൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് നൽകേണ്ടി വന്നാൽ ഈ തവണ VD സതീശന് ലഭിക്കും. കാരണം ഈ സങ്കടവും ഈ ദുഃഖവും പൊതുജനങ്ങളുടെ മുമ്പിൽ കാണിക്കാതെ തൻ്റെ ഉള്ളിലുള്ള സങ്കടവും ദുഃഖവും വിഷമമെല്ലാം ഒതുക്കി പിടിച്ച് വീട്ടിൽ ചെന്ന് കഥകടച്ച് പൊട്ടിക്കരയുന്ന ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥയായി ഇപ്പോൾ VD സതീശന് ആയിരിക്കുകയാണ്. എന്തായാലും ഒരു പരിധിവരെ VD സതീശനെ ഒരു നേതാവായി ഉയർത്തി കാണിച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര കൊടുക്കാത്തത് ഒരു തെറ്റായ ഒരു നടപടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ പോലും ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമായതുകൊണ്ടും അതിൻ്റെ അകത്തെ കാര്യങ്ങളായതുകൊണ്ടും നമുക്ക് അഭിപ്രായങ്ങൾ മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും, മുഖ്യമന്ത്രിയാകും. ഈ വരുന്ന 5 വർഷം ഇവിടെ കോൺഗ്രസ്സിന് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ, ഇടതുപക്ഷത്തെയും BJPയെയും എതിർപ്പുകൾ നേരിടുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുള്ള എതിർപ്പ് ഇവർക്ക് നേരിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.